ഹായ്, ഇന്ന് ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അതിനു മുന്നേ ആദ്യം അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെ നോക്കാം. സ്റ്റെപ്സ് ടു ബി ഫോളോഡ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിറ്റർമൈനിങ് ദ വാല്യൂസ് ഓഫ് പി ക്യൂ. ഇഫ് വൺ ഓഫ് ദീസ് വാല്യൂസ് നോൺ, ദ അതർ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ സിമ്പിൾ റിലേഷൻഷിപ്പ് ക്യൂ 1 മൈനസ് പി, പി 1 മൈനസ് ക്യൂ. ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഫിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് പിയും ക്യൂവും ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അതിൽ പി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്യൂ കണ്ടുപിടിക്കാം. ക്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പിയും കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെ? ക്യൂ ഈസിക്കൽ ടു 1 മൈനസ് പി, പി എന്ന് പറയുന്നത് 1 മൈനസ് ക്യൂ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് പി ഓഫ് എക്സ്. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഫിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പി ക്യൂ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് കഴിഞ്ഞാൽ പി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ദെൻ തേർഡ് സ്റ്റെപ്പ്, മൾട്ടിപ്ലൈ ഈച്ച് ടേം ഓഫ് പി ഓഫ് എക്സ് ഇൻറ്റു എൻ. ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ്. എന്നുമായിട്ട് പി ഓഫ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, അവിടെ നമ്മൾ ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയൊരു പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 8 കോയിൻസ് were tossed 256 ടൈംസ്. 8 കോയിന് 256 ടൈംസ് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാണ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ഹെഡ്. ഹെഡിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി, ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. ഇങ്ങനെയായിരിക്കും ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അതിൽ കണ്ടുപിടിക്കാൻ പറയുന്ന എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ഹെഡ് കണ്ടുപിടിക്കേണ്ടി വരും. അതേപോലെ തന്നെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ഹെഡ്. ഹെഡിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഓക്കെ, അതിനായിട്ട് പിയും ക്യൂവും നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. സ്റ്റെപ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പി ക്യൂ ഐഡൻറ്റിഫൈ. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ പി എന്ന് പറയുന്നത് ഹെഡ് കിട്ടാനുള്ള ചാൻസ് ആണ്. അസ്യൂം ഗെറ്റിംഗ് ഹെഡ് ഈസ് കൺസിഡേഴ്സ് പി, ദാറ്റ് ഈസ് 1/2. ദെൻ ക്യൂ, പി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂ കണ്ടുപിടിക്കാം. 1 മൈനസ് പി ആണ്, ദാറ്റ് ഈസ് 1 മൈനസ് 1/2, ഇറ്റ് ഈസ് 1/2. ദെൻ എൻ ഈസ് 8. 8 കോയിനാണ് ടോസ് ചെയ്യുന്നത്. സോ എൻ ഈസ് 8. സ്മോൾ ലെറ്റർ എൻ ഈസ് 8. ദെൻ ക്യാപിറ്റൽ ലെറ്റർ എൻ ഈസ് 256. 8 കോയിന് 256 ടൈംസ് ആണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറയുന്നത് 256 ആണ്. ദെൻ അതുകൊണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പി ഓഫ് എക്സ് ഈസിക്കൽ ടു 8cx 1/2x ഇൻറ്റു 1/2 റേസ് ടു 8 മൈനസ് എക്സ്. ഓക്കെ, 8 കോയിൻ ആയതുകൊണ്ട് 8cx 1/2 റേസ് ടു എക്സ് 1/2 റേസ് ടു 8 മൈനസ് എക്സ്. ഇനി എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കിട്ടും. എക്സിന് 0, 1, 2, 3 അപ് ടു 8 വരെ പ്രൊവൈഡ് ചെയ്ത് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിനായിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ടൊരു 3 കോളമുള്ളൊരു ടേബിൾ വരയ്ക്കുക. ഫസ്റ്റ് കോളം ഹെഡിങ്, ഇറ്റ് ഈസ് നമ്പർ ഓഫ് ഹെഡ്സ്, ദെൻ പി ഓഫ് എക്സ്, ദെൻ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി പി ഓഫ് എക്സ് ഇൻറ്റു എൻ. ഓക്കെ, ഫസ്റ്റ് നമ്പർ ഓഫ് ഹെഡ്സ് 0 ഹെഡ്. 8 കോയിന് 256 ടൈംസ് ടോസ് ചെയ്യുന്ന സമയത്ത് 0 ഹെഡ്സ് വരാനുള്ള പ്രോബിലിറ്റി അല്ലെങ്കിൽ 0x വരാനുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എത്ര നമ്പറിൽ നമുക്ക് 0 കിട്ടും? ദാറ്റ് ഈസ് 8c0 ഇൻറ്റു, ഇനി പി ഓഫ് എക്സ് കണ്ടുപിടിക്കുക. അതിൻ്റെ 8c0 ഇൻറ്റു 1/2 റേസ് ടു 0 ഇൻറ്റു 1/2 റേസ് ടു 8, ഇറ്റ് ഈസ് 1/256. അതിനെ 256 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും 1. ഓക്കെ, ഇപ്പോൾ ഒരു 8 കോയിൻസ് 256 ടൈംസ് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 0 ഹെഡ്സ് വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 0 ഹെഡ്സ് വരാനുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതേപോലെ തന്നെ 1 ഹെഡ് വരാനുള്ളത് 8c1 ഇൻറ്റു 1/2 റേസ് ടു 1, 1/2 റേസ് ടു 7, ഇറ്റ് ഈസ് 8/256. ഇനി അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആണ് അവൻ അതിനെ 256 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വിൽ ഗെറ്റ് 8. ദെൻ നമ്പർ ഓഫ് ഹെഡ്സ് 2, 8c2 ഇൻറ്റു 1/2 റേസ് ടു 2 into 1/2 raised to 6, it will get 28 divided by 256, and will multiply with the 256, will get 28 as expected frequency. Then number of heads 3, 8c3 into 1/2 raised to 3 into 1/2 raised to 5, that is 56 divided by 256. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 56 എന്ന് വരും. അതേപോലെ നമ്പർ ഓഫ് ഹെഡ്സ് 4 ആവുന്ന സമയത്ത് നമുക്ക് 70 കിട്ടും. 5 ആവുന്ന സമയത്ത് 56 വരും. 6 ആവുന്ന സമയത്ത് 28, 7 ആവുന്ന സമയത്ത് 8 ആണ്. നമ്പർ ഓഫ് ഹെഡ്സ് 8 വരുന്നത് 1. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനായി. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ഹെഡ് കാണുന്നവരെയാണ് നമ്മുടെ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി
അടുത്ത ക്വസ്റ്റ്യൻ അത് നമ്മൾ കണ്ടുപിടിച്ചു, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു 1, 8, 28, 56, 70, 56, 28, 8, 1. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 256 എന്ന് വരും. ഓക്കെ, അതാണ് അങ്ങനെയാണ് നമ്മളിത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചു, മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. അതിനായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് NP ആണ്. N നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 8. ദെൻ P എന്ന് പറയുന്നത് 1/2 ആണ്. ദെൻ NP മീൻ കാണാൻ വേണ്ടി 8 × 1/2 വിൽ ഗെറ്റ് 4. അപ്പോൾ നമുക്കതിൻ്റെ മീൻ കിട്ടി, മീൻ ഈസ് 4. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് √NPQ ആണ്. ഓക്കെ, √NPQയിൽ N നമുക്കറിയാം 8 ആണ്, P എന്ന് പറയുന്നത് 1/2 ആണ്, ദെൻ Q ഈസ് ഓൾസോ 1/2. ദെൻ √8 × 1/2 × 1/2 വിൽ ഗെറ്റ് √2. √2 എന്ന് പറയുന്നത് 1.44 ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 1.44. അപ്പോൾ അത് ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആയ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു, അതിനുശേഷം മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു. ഇത്രയാണ് ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യാൻ നോർമലി ചോദിക്കുന്നത്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 5 coins were tossed together 32 times. 5 കോയിൻസ് 32 തവണയാണ് ടോസ് ചെയ്യുന്നത്. നേരത്തെ 8 കോയിൻസ് 256 ടൈംസ് ആയിരുന്നു, ഇവിടെ 5 കോയിൻസ് 32 ടൈംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ഹെഡിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് മീൻ ആൻഡ് വേരിയൻസ്. മീനും വേരിയൻസും കണ്ടുപിടിക്കാം. നേരത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരുന്നു, ഇവിടെ വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും എന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് N എന്ന് പറയുന്നത് 5 ആണ്, കാരണം ഇവിടെ 5 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. P എന്ന് പറയുന്നത് 1/2 ആണ്, കാരണം അതിൻ്റെ ഹെഡ് കിട്ടാനുള്ള ചാൻസ് കോയിൻ ടോസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 1/2. N എന്ന് പറയുന്നത് 32, ക്യാപിറ്റൽ ലെറ്റർ N, 32 ടൈംസ് ആണ് ടോസ് ചെയ്യുന്നത്. ദെൻ Q ഈസ് 1/2, Pയും Q 1/2 ആണ്. ഫസ്റ്റ് ഞങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് 3 കോളമുള്ള ഒരു ടേബിൾ വരയ്ക്കാൻ. ഫസ്റ്റ് കോളം ഹെഡിങ് ഇറ്റ് ഈസ് നമ്പർ ഓഫ് ഹെഡ്സ്, ദെൻ P ഓഫ് X, ദെൻ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് P ഓഫ് Xനെ ഇൻറ്റു N എന്ന് പറയുന്നത് 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് 0 ഹെഡ്സ് വരെയുള്ള 0 ഹെഡ്സിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ്, ദാറ്റ് ഈസ് 5C0 ഇൻറ്റു 1/2 1/2 5, ഇറ്റ് ഈസ് 1/32 വിൽ ഗെറ്റ് 1 ആസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. 1/32നെ 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആയിരിക്കും ആൻസർ വരുന്നത്. ദെൻ 5C1 ഇൻറ്റു 1/2 1/2 5/32 വിൽ ഗെറ്റ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആസ് 5. ഇങ്ങനെ 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ആയിരിക്കും വരുന്നത്. ദെൻ 5C2 ഇറ്റ് ഈസ് 1/2 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് 10/32 ആൻഡ് വിൽ മൾട്ടിപ്ലൈ വിത്ത് 32 വിൽ ഗെറ്റ് 10. ഇതിന് എക്സിന് 0 1 2 3 4 കൊടുക്കുന്ന സമയത്താണ് ഈ P ഓഫ് X ഇങ്ങനെ മാറിക്കൊണ്ട് വരുന്നത്. ഓക്കെ, ദെൻ X നമ്പർ ഓഫ് ഹെഡ്സ് 3 ഹെഡ്സ് വരെയുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 5C3 ഇൻറ്റു 1/2 1/2 ദാറ്റ് ഈസ് 10/32. ദെൻ 5C4 4 ഹെഡ്സ് വരെയുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 5C4 ഇൻറ്റു 1/2 1/2 5/32 ആൻഡ് ഇറ്റ് ഈസ് 5. ദെൻ നമ്പർ ഓഫ് ഹെഡ്സ് 5 വരാനുള്ള ചാൻസ് 5C5 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 1/32. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടി 1 5 10 10 5 1. ഇതാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 32 വരും. 1 + 5 6 ആണ്, 6 + 10 16, 16 + 10 26, 26 + 5 31, 31 + 1 32. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ടോസ് ചെയ്ത് എത്ര തവണയാണ് ടോസ് ചെയ്ത് അതിൻ്റെ അനുസരിച്ചാണ് നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടി. ഇതെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പർ ഓഫ് ഹെഡ്സ് 0 മുതൽ 5 വരെ എടുത്തു. അപ്പോൾ 5 വരെ എടുക്കാനുള്ള റീസൺ എന്താണ്, 5 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്, അതുകൊണ്ട് 0 to 5 വരെ എടുത്തു. ദെൻ P ഓഫ് X എന്താ ചെയ്തിരിക്കുന്നത്, എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ 0 എന്ന സമയത്ത് എക്സിന് 0 കൊടുക്കുക, അപ്പോൾ 1/2 0. ദെൻ എക്സിന് 1 1/2 1, എക്സിന് 2 1/2 2. പിന്നെ 1/2 Q ചെയ്ത് എങ്ങനെയാണ്, P - Q ആണ്. അപ്പോൾ 1/2 0 എന്ന സമയത്ത് 1/2 5 - 0 5 ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി മീൻ കണ്ടുപിടിക്കണം. മീൻ കാണാൻ വേണ്ടിയിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ NP ആണ്. N is given in the question, that is 5. Then P it is 1/2. 5 into 1/2 it is 2.5 as mean. Then variance is NPQ. നേരത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്,
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് എൻ പി ക്യു ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് എൻ പി ക്യു ആണ്, റൂട്ടില്ലാതെ വേറെ എൻ പി ക്യു. ദാറ്റ് ഈസ് 5 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 ഇറ്റ് ഈസ് 5/4. ഇതാണ് ഇതിൻ്റെ മീനും വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വേറൊരു ടൈപ്പ് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് നോക്കാം. ഇങ്ങനെയും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് അരിത്തമെറ്റിക് മീൻ. ആദ്യം അരിത്തമെറ്റിക് മീൻ കാണുക. ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് പി ക്യു. പി ക്യൂയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഫിറ്റ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ടേബിൾ. തേർഡ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഫോർത്ത് വൺ ഫൈൻഡ് ഔട്ട് വേരിയൻസ് അണ്ടർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസും കണ്ടുപിടിക്കുക. 4 ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഓരോന്നും ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ ഇനി കുറച്ച് ഡീറ്റെയിൽസ് കൊണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് 0 1 2 3 4 5 6 7, എഫ് 7 6 19 35 30 25 7 1. ഇത്രയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ ഉണ്ട്, സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ മീൻ കണ്ടുപിടിക്കണം, വാല്യൂസ് ഓഫ് പി ക്യു കണ്ടുപിടിക്കണം, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ വേരിയൻസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് തന്നെ ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഇൻഡിവിജ്വൽ സീരീസിൽ നമുക്ക് മീൻ കാണാൻ വേണ്ടിയിട്ട് മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ്, മീൻ കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം മീൻ കാണാം. ഓക്കെ, മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. അത് സിഗ്മ എഫ് എക്സ് കാണാൻ വേണ്ടിയിട്ട് ഒരു കോളം വരയ്ക്കുക. 3 കോളമുള്ളൊരു ടേബിൾ വരയ്ക്കുക. എക്സ് ഫസ്റ്റ് കോളം ഇറ്റ് ഈസ് എക്സ് 0 1 2 3 4 5 6 7, എഫ് 7 6 19 35 30 25 7 1 ആസ് പെർ ദ ക്വസ്റ്റ്യൻ. ദെൻ എഫ് എക്സ്, ഈ എക്സിനെ എഫിനെ മൾട്ടിപ്ലൈ ഫസ്റ്റ് കോളം ഇൻറ്റു സെക്കൻഡ് കോളം. 0 into 7 0, 1 into 6 6, 2 into 19 38, 3 into 35 105, 4 into 30 120, 5 into 25 125, 6 into 7 42, 7 into 1 7. Then sigma f, second column total 130 വരും. Third column total 443, 0 6 38 105 120 125 42, 7 ആഡ് ചെയ്യുന്ന സമയത്ത് 443 വരും. ഓക്കെ, ഇനി നമുക്ക് മീൻ കാണാൻ ഈസിയാണ്. സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ്. സിഗ്മ എഫ് എക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 443 ആണ്. സിഗ്മ എഫ് കിട്ടിയിരിക്കുന്നത് 130 ആണ്. അപ്പോൾ മീൻ കാണാൻ വേണ്ടിയിട്ട് 443 ഡിവൈഡ് ബൈ 130 വിൽ ഗെറ്റ് 3.4. മീൻ കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ കിട്ടി, മീൻ 3.4. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഔട്ട് വാല്യൂസ് ഓഫ് പി ആൻഡ് ക്യൂ. ഇനി പിയും ക്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ എൻ എന്ന് പറയുന്നത് 7 ആണ് നമുക്കറിയാം. കാരണം ക്വസ്റ്റ്യനിൽ 7 വാല്യൂസാണുള്ളത്, 0 മുതൽ 7 വരെ. അപ്പോൾ 7 എൻ എന്ന് പറയുന്നത്. പിന്നെ എൻ പി നമ്മൾ കണ്ടുപിടിച്ചു, സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് 3.4 എന്നും കിട്ടി. ഇനി പി കണ്ടുപിടിക്കാം. എൻ പിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പി കണ്ടുപിടിക്കാം. എങ്ങനെ, എൻ പി ഡിവൈഡ് ബൈ എൻ ആണ് പി എന്ന് പറയുന്നത്. അപ്പോൾ 3.4 ഡിവൈഡ് ബൈ 7 വിൽ ഗെറ്റ് 0.48. 0.48 ആയിരിക്കും നമുക്ക് പി വരുന്നത്. പി കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ കണ്ടുപിടിക്കാം. 1 മൈനസ് പി ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് 0.48 ഇറ്റ് ഈസ് 0.52. ഇപ്പോൾ പിയും ക്യൂവും കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് എക്സ് പി ഓഫ് എക്സ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഇൻറ്റു എൻ. ഫസ്റ്റ് എക്സ് ആണ്, എക്സ് 0 to 7 വരെ. ദെൻ പി ഓഫ് എക്സ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഫസ്റ്റ് എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് 7C0 ഇൻറ്റു 0.48 റേസ് ടു 0, 0.52 റേസ് ടു 7 വിൽ ഗെറ്റ് 0.01. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.01 ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് 7C0 കാണാനുള്ള എങ്ങനെ കാണുന്നൊക്കെ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 0.52 റേസ് ടു 7, 0.52നെ 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ 7C0യുടെ വാല്യൂ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 0.01 ആയിരിക്കും വരുന്നത്. ഇനി അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയും കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ടോട്ടൽ വരുന്നത് എഫിൻ്റെ ടോട്ടൽ വരുന്നത് 130 ആണ്. 130 കൊണ്ടാണ് നമ്മളിവിടെ n മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. പിന്നെ എക്സിന് 1 കൊടുക്കുന്ന സമയത്ത് 7C1 0.48 റേസ് ടു 1, 0.52 റേസ് ടു 6, അപ്പോൾ 0.06 വരും. അതിനെ 130 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 9 വരും. അതേപോലെ എക്സിന് 2 3 4 5 6 7 അതേപോലെ ഓരോന്നിനും വാല്യൂസ് കൊടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് 1 9 24 37 34 18 6 1 ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് 130 ആൻസറും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നതിന്. ഓക്കെ, അപ്പോൾ ആദ്യം മീൻ കണ്ടുപിടിച്ചു. ദെൻ പി ക്യൂ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ വേരിയൻസ് കാണാൻ വേണ്ടിയിട്ട് വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കാം,
എൻ പി ക്യു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വേരിയൻസ് കാണാൻ വേണ്ടി. വേരിയൻസിൻ്റെ ഫോർമുലയാണ് എൻ പി ക്യു എന്ന് പറയുന്നത്. എൻ ഈസ് 7, പിന്നെ പി എന്ന് പറയുന്നത് 0.48 ആണ്, ക്യു ഈസ് 0.52. നമുക്ക് 1.74 എന്ന വേരിയൻസും കിട്ടും. ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് മീൻ, ദെൻ പി ക്യു, ദെൻ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ വേരിയൻസ് കണ്ടുപിടിക്കുക. ഇത്രയാണ് ഫിറ്റിംഗ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ രീതിയിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് ചെയ്യുന്നത്.